ഡേയ്സ് നമ്മുടെ 21 ഡേ മെഡിറ്റേഷന്റെ ഡേ 5 എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഞാൻ ക്ഷണിക്കുകയാണ്. പിന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ട് ആരെങ്കിലും സ്ഥിരമായിട്ട് ജോയിൻ ചെയ്യുന്ന ആരെങ്കിലും ഇന്ന് ജോയിൻ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് അവരെ ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്തേക്ക്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് അവരെ റിമൈൻഡ് ചെയ്യാം. ഞാനൊരു 1 മിനിറ്റും കൂടെ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് നേരെ സെഷനിലേക്ക് കടക്കാം. ഓക്കെ ഗൈസ്, എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ കഴിഞ്ഞപ്പോ 5 ദിവസം, 5-ാമത്തെ ദിവസം ആണല്ലേ നമ്മുടെ കൂടെ. കഴിഞ്ഞ 4 ദിവസത്തെ നിങ്ങളുടെ ജേണി എങ്ങനെയായിരുന്നു? നിങ്ങൾ കമന്റ് ബോക്സിൽ ജസ്റ്റ് നിങ്ങളുടെ ഒരു റെസ്പോൺസ് എല്ലാം കമന്റ് ബോക്സിൽ ഒന്ന് പറയാം. ഞാൻ പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യാൻ പറ്റുക, നിങ്ങൾക്ക് എത്രയും ബെറ്റർ ആക്കാനും ബെസ്റ്റ് ആക്കാനൊക്കെ നമുക്ക് പറ്റും അല്ലെ. നമ്മുടെ സെഷനും അതിലെ കോണ്ടന്റും നിങ്ങൾക്ക് തന്നെ മെഡിറ്റേഷനൊക്കെ ബെസ്റ്റ് ആക്കണമെങ്കിൽ നിങ്ങളുടെ സജഷനും നിങ്ങളുടെ ഫീഡ്ബാക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ആൻഡ് മോർ ഓവർ, ഞാൻ നിങ്ങൾക്ക് വേറൊരു രഹസ്യം പറഞ്ഞുതരാം. നമ്മുടെ ലൈഫിൽ ഒരാൾക്ക് സക്സസ് ആവണം എന്ന് നമ്മൾ ഇങ്ങനെ ആഗ്രഹിക്കും. ഞാൻ കണ്ടിന്യൂസ്ലി സക്സസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മളെ ഓരോ മനുഷ്യന്റെയും നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് നമ്മൾ ലൈഫിൽ സക്സസ് ആവാതെ തന്നെയാണ് അല്ലെ. നമ്മൾ സക്സസ് ആവുക അത് പല മേഖലയിലായിരിക്കും. അപ്പൊ നമുക്ക് സക്സസ് ആവണം എന്നുണ്ടെങ്കിൽ എങ്ങനെ സക്സസ് ആവണം എന്നുള്ളതാണ്. നിങ്ങൾ അതിൽ ഒരു സ്റ്റെപ്പ് മാത്രം ഇപ്പൊ നമ്മൾ എടുത്തില്ല. നമ്മൾ ചൂസിങ് ദ റൈറ്റ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് അല്ലെ. ബീങ് ഇൻ എ മൈൻഡ് സെറ്റ് ഇൻ എ മൈൻഡ്ഫുൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്, ബീങ് ഇൻ എ മൈൻഡ്ഫുൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഈ സ്റ്റേറ്റ് ആക്സസ് ചെയ്തിട്ട് മാത്രം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ആ സ്റ്റേറ്റിൽ ഇരുന്നാൽ മതിയാവും? ഇല്ലല്ലോ. വി നീഡ് ടു ടേക്ക് ആക്ഷൻസ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും രക്ഷപ്പെടണം, വിജയിച്ച് കാണണം എന്നുണ്ടെങ്കിൽ യു ഷുഡ് ടേക്ക് എ സ്റ്റെപ്പ്. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ ചിന്തകൾ നിങ്ങൾക്ക് ഒരാളുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ള എന്ത് വേണം, ഒരു ധൈര്യം നമ്മൾ കാണിക്കണം. ഓക്കെ, ഇവിടെ ഇതിലിപ്പോ നമ്മളെ ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞു 15, ഈ മീറ്റിൽ 15 പേരുണ്ട്. ഈ 15 പേരില് ചിലപ്പം പല ആൾക്കാരും പരസ്പരം അറിയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവാം. എന്നാലും ഇതില് വളരെ അറിയാത്ത പല പല ആൾക്കാരുണ്ട്, പരസ്പരം അറിയാത്ത ആൾക്കാരുണ്ട്. നമ്മൾ എന്തിനെയാണ് പേടിക്കുന്നത്? മറ്റുള്ളവർ ജഡ്ജ് ചെയ്യുന്നതിനാണോ? ഓക്കെ, മറ്റുള്ളവര് നമ്മളെ ജഡ്ജ് ചെയ്യുന്നതിനെ പേടിച്ചിട്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് നമ്മൾ അവിടെ തന്നെ ഇരിക്കുള്ളൂ. നമ്മൾ ഒരു സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിന്റെ റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാനൊരു കാര്യം ആക്ഷൻ ചെയ്ത് നോക്കി. ഇപ്പൊ എനിക്ക് പാട്ട് പാടണം, ഞാൻ പാട്ട് പാടാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളാണ്. പക്ഷെ 4 ആൾക്കാരുടെ ഇടയിൽ ആ പാട്ട് പാടി കഴിഞ്ഞാല് അതിന്റെ എന്താ പറയാ, അതിന്റെ നല്ലതും ചീത്തവുമായ എല്ലാ കാര്യങ്ങളും വശങ്ങളും അറിയാൻ പറ്റുള്ളൂ. കുറച്ച് പേര് കളിയാക്കുന്നുണ്ടാവും അല്ലെ. നമ്മളൊരു കാര്യം, എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്കറിയാം ക്രൗഡിൽ നിന്നുള്ള റെസ്പോൺസ് 2 തരത്തിലാണ്. അവിടെ നോയ്സും ഉണ്ടാവും, ഫീഡ്ബാക്കും ഉണ്ടാവും. വി ഇഗ്നോർ ദ നോയ്സ്. നമ്മളെ ബോഡി ഷേമിങ് നടത്തുന്ന, അല്ലെങ്കിൽ നമ്മളെ നെഗറ്റീവായിട്ട് മാത്രം കമന്റ് ചെയ്യുന്ന, ഒരു ആക്ഷനും എടുക്കാത്ത മാറിയിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇവരെ നമ്മൾ ജസ്റ്റ് ഇഗ്നോർ ചെയ്യും. ബട്ട് വാല്യുബിൾ ആയിട്ട് ഫീഡ്ബാക്ക് തരുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. ആ ആൾക്കാരെ ഫീഡ്ബാക്ക് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നുള്ളതാണ്. അപ്പോ ഇത് വളരെ ചുരുക്കിയ രൂപത്തിൽ നിങ്ങളുടെ അടുത്ത് പറയുന്നത് എന്തിനാ വെച്ചാൽ, നിങ്ങൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ, നിങ്ങളോട് അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാൻ ഉള്ള ഒരു ധൈര്യം നിങ്ങൾ കാണിക്കണം. ആ സ്റ്റെപ്പ് നിങ്ങളോട് എടുക്കണം. കാരണം നിങ്ങൾ ഉള്ളിൽ നിന്ന് നിങ്ങളോട് പറയുന്നുണ്ടാവും, ഓക്കെ ഇത് ഇങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണ്. ഇത് പുറത്തോട്ട് വരാൻ നിങ്ങൾ സമ്മതിക്കുന്നില്ല, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ സമ്മതിക്കുന്നില്ല. അപ്പൊ ആ ഒരു സ്റ്റെപ്പ്, ആ ഒരു ഫിയറിനെ നിങ്ങൾ എപ്പോ ബ്രേക്ക് ചെയ്യുന്നു, ആ ബ്രേക്ക് ചെയ്യുന്ന പോയിന്റിലാണ് നിങ്ങളുടെ സക്സസ് നടക്കുന്നത്. അത് ഒരുപാട് കുറെ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ കുറെ മാർക്കൊക്കെ വാങ്ങുന്നതിലൊന്നും അല്ല സക്സസ് എടുക്കുന്നത്. ലൈഫ് എന്ന് പറയുന്ന, ലൈഫിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് നമ്മൾ പഠിച്ച് മാർക്ക് കിട്ടി എന്നത് മാത്രം കൊണ്ട് ഒരാൾ രക്ഷപ്പെട്ട ആൾക്കാരെ ഇല്ല. നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിങ്ങളുടെ പാരന്റ്സിനോടും നിങ്ങളുടെ ഫാമിലിയിലൊക്കെ ചോദിച്ചാൽ അവർ പഠിക്കാൻ ഭയങ്കര മിടുക്കനായിരുന്നു, പക്ഷെ ലൈഫിൽ തോറ്റുപോയി. എന്തുകൊണ്ടാണ് അത്? അവര് ദേ ആർ നോട്ട് ടേക്കിംഗ് എനി സ്റ്റെപ്പ്, ആക്ഷൻ എടുക്കുന്നില്ല. അവർക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടത്. അറ്റ്ലീസ്റ്റ് നമ്മളൊരു കാര്യം ചെയ്ത് നോക്കിയാൽ ഇതാണോ നമുക്ക് വേണ്ടത് എന്ന് അറിയാൻ പറ്റുള്ളൂ അല്ലെ. അപ്പോ നിങ്ങളോട് ചോദിക്കുന്ന സമയങ്ങളിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങൾ തരുന്നത്, അത് നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്കിനപ്പുറം അത് നിങ്ങളെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്.
ഓക്കെ. അത് ഇവിടെ എന്നല്ല, ഏത് ഏരിയകളിൽ പോയാലും, ഏത് സെഷനുകളിലായാലും, ഇനി ലൈഫിന്റെ ഏത് ആസ്പെക്റ്റിലായാലും നമുക്ക് നമ്മളുടെ വോയിസ് വേണം എപ്പോഴും. അപ്പോഴേ നമുക്ക് എക്സിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ മറ്റേ വെള്ളത്തിൽ ഒഴുകുന്ന ചപ്പുചവറുകളെ പോലെ എല്ലാവരും ഒഴുകുന്ന കൂട്ടത്തിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കേണ്ടി വരും. ചിലപ്പോൾ നിങ്ങളൊരു ലീഡറൊക്കെ ആവേണ്ട ആൾക്കാരായിരിക്കാം മേ ബി. അതിന്റെ ആ ലീഡർഷിപ്പിന്റെ പൊട്ടൻഷ്യലൊക്കെ തിരിച്ചറിയുന്നത് നമ്മൾ ആൾക്കാരുടെ ഇടയിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ മാത്രമാണ്. ഓക്കെ, എനിവേ, ഞാൻ ഒരുപാട് നീട്ടുന്നില്ല. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ സെഷൻ. ഓക്കെ, ഐ ഇൻവൈറ്റ് യു I invite Rinshina ma'am. Okay, I invite Rinshina ma'am to the session. Thank you, Rinshina. Over to you. Okay, am I audible? Yes, yes. Okay. So, a very good morning to everyone. എല്ലാവരും ഡേ 5 റെഡി ആണോ? റെഡി ആണെങ്കിൽ റെഡി എന്നൊന്ന് ചാറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. Are you all guys ready? Okay, so okay, thank you so much for your response. ഇന്ന് എല്ലാവരും ഭയങ്കര പവർഫുൾ ആണല്ലോ അല്ലേ? സോ എല്ലാവരും മെഡിറ്റേഷന് റെഡി ആവാം. കംഫർട്ടബിൾ ആയിട്ടുള്ള, വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കാം. ഓക്കെ, യു സിറ്റ് സ്ട്രെയിറ്റ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞുതരാം. ഇഫ് യു വാണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ കൈകൾ ഈ രീതിയിൽ കീപ്പ് ചെയ്യാം കേട്ടോ. ഒന്നുമില്ല, ജസ്റ്റ് നമ്മളൊന്ന് അവെയർ ആവുക. ഈ ഒരു കണക്ഷൻ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ ഓക്കെ, ഐ ആം ബാലൻസിങ് എന്നുള്ള രീതിയിലൊരു കണക്ഷൻ കൊടുത്തിട്ട് കൈ വേണമെങ്കിൽ ഇങ്ങനെ കീപ്പ് ചെയ്യാം. മെഡിറ്റേഷനിൽ അത് പോയി കഴിഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. അത് നിങ്ങൾ അതിനെക്കുറിച്ച് അവെയർ ആവണ്ട. സോ യു ജസ്റ്റ് സിറ്റ് സ്ട്രെയിറ്റ് ആൻഡ് സ്റ്റേ റിലാക്സ്ഡ്. Okay, so now slowly breathe in, breathe out. സ്ലോലി നിങ്ങൾക്ക് നിങ്ങളുടേതായ താളത്തിൽ ശ്വാസം എടുത്ത് വിട്ടുകൊണ്ടിരിക്കാം. Breathe in, breathe out. വളരെ സാവധാനം നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കാം. സ്ലോലി ക്ലോസ് യുവർ ഐസ്. പതിയെ നിങ്ങൾക്ക് നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം. ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ. Hold on and breathe out. Once again, take a deep breath in. Hold on and breathe out. Once again, ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം. ഓരോ ശ്വാസം എടുത്തു വിടുമ്പോഴും നിങ്ങൾ കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആകുന്നതായി അറിയുന്നുണ്ട്. സ്ലോലി നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി പാർട്സിലേക്ക് ശ്രദ്ധിക്കാം. നിങ്ങളുടെ കാലുകൾ, കൈകൾ, ഷോൾഡേഴ്സ്, ഫേസ് മസിൽസ്, ഓരോ ബോഡി പാർട്ടും റിലാക്സ്ഡ് ആകുന്നതായി അറിയുന്നുണ്ട്.
Again, നിങ്ങൾക്ക് നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം. നിങ്ങളുടേതായ രീതിയിൽ ശ്വാസം എടുത്തു വിടുന്നുണ്ട്. You just breathe in, hold on and breathe out. പതിയെ നിങ്ങൾക്ക് നിങ്ങളുടെ ശ്വാസത്തിനെ ഒരു താളത്തിലേക്ക് കൊണ്ടുവരാം. Your body is relaxed and your breath is in a flow. നിങ്ങളുടെ ബോഡി കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണ്. നിങ്ങളുടേതായ സമയമെടുത്ത് നിങ്ങൾക്ക് ശ്വാസത്തിലെ ശ്രദ്ധിക്കാം. Breathe in, hold on and breathe out. Breathe in, hold on and breathe out. പതിയെ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ പറയാം, I connect with myself. ഞാൻ എൻ്റെ സ്വയത്തെയുമായി കണക്ട് ചെയ്യുന്നു. I connect with myself. ഞാൻ എൻ്റെ സ്വയത്തെയുമായി കണക്ട് ചെയ്യുന്നു. പതിയെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ഒരു ഗുഡ് മെസ്സേജ് സെർച്ച് ചെയ്യാം. നിങ്ങളുടെ ബെസ്റ്റ് സെൽഫിന്, നിങ്ങളുടെ തന്നെ ഹയർ സെൽഫിന് നിങ്ങളോട് പറയാനുള്ള ദാറ്റ് ഗുഡ് മെസ്സേജ് അതെന്താണെന്ന് നിങ്ങളുടെ ഹൃദയത്തിനോട് ചോദിക്കാം. What is that one message you want to tell me? ആ ഒരു ആൻസറിന് വെയിറ്റ് ചെയ്യാം. യു സിറ്റ് ഇൻ ദിസ് സ്റ്റേറ്റ്. ഈ ഒരു അവസ്ഥയിൽ തുടരുക. യു വിൽ ഗെറ്റ് ദാറ്റ് വൺ മെസ്സേജ്. Sit very relaxed. So,
when you get that message, ആ ഒരു മെസ്സേജ് നിങ്ങൾക്ക് കിട്ടിയാൽ you just thank your higher self. നിങ്ങളുടെ ബെസ്റ്റ് സെൽഫിനോട് നിങ്ങൾക്ക് താങ്ക് യു പറയാം. You can wait. So when you get that message, you just thank your best self. നിങ്ങൾക്ക് താങ്ക് യു പറയാം. So hope you got that message. നിങ്ങൾക്ക് ആ മെസ്സേജ് ഫ്രം യുവർ ബെസ്റ്റ് സെൽഫ് കിട്ടി എന്ന് ഉറപ്പുവരുത്താം. You thank your best self and also you thank yourself. നിങ്ങളോടും നിങ്ങൾക്ക് നന്ദി പറയാം. ഈ ഒരു ബെസ്റ്റ് സെൽഫിനെ മീറ്റ് ചെയ്യാനുള്ള അവസരം ഒരുക്കിയതിന്, ഈ ഒരു കാം ആൻഡ് റിലാക്സ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് നിങ്ങളെ തന്നെ കൊണ്ടുവന്നതിന് നിങ്ങൾക്ക് നിങ്ങളോട് താങ്ക് യു പറയാം. സ്ലോലി നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്ററിനോട് താങ്ക് യു പറയാം. ഇന്ന് എന്നിലേക്ക് എത്തിയ അനുഗ്രഹങ്ങൾക്ക്, ഇന്നത്തെ ദിവസം എനിക്ക് നൽകിയ അവസരങ്ങൾക്ക് ഞാൻ എൻ്റെ ക്രിയേറ്ററിനോട് താങ്ക് യു പറയുന്നു. I thank my Creator for all the blessings, for all the opportunities today. You thank your Creator. Now slowly you can prepare to come back with an open heart, with more energy, with more happiness, with more calmness. നിങ്ങൾക്ക് പതിയെ തിരിച്ചു വരാം. ആദ്യത്തേതിനേക്കാൾ കൂടുതൽ ഉന്മേഷത്തോടെ, കൂടുതൽ സന്തോഷത്തോടെ നിങ്ങൾക്ക് തിരിച്ചു വരാം. Slowly. Focus on your breath. ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം. Breathe in. Hold on and breathe out.
ദീർഘമായ ശ്വാസം എടുക്കാം. ബ്രീത്ത് ഇൻ, hold on and breathe out. Once again, breathe in, hold on and breathe out. ദീർഘമായ ഒരു ശ്വാസം എടുത്തുവിട്ട് നിങ്ങൾക്ക് പതിയെ കണ്ണുകൾ തുറക്കാം. Open your eyes and come back. സോ തിരിച്ചെത്തിയിട്ടുള്ള ആളുകളൊക്കെ ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. You can just rub your hands and you can just slowly touch like this. Okay, thank you so much everyone. Okay. So ഇന്നത്തെ മെഡിറ്റേഷനിൽ നമ്മൾ ജസ്റ്റ് വൺ മെസ്സേജ് ഫ്രം അവർ ബെസ്റ്റ് സെൽഫ് അല്ലെ? എല്ലാവർക്കും മെസ്സേജ് ഒക്കെ കിട്ടിയോ? മെസ്സേജ് കിട്ടിയിട്ടുള്ള ആളുകൾ അത് വൺ വേർഡിലോ വൺ സ്മോൾ സെന്റൻസിലോ ഒക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ പറയോ. എല്ലാവർക്കും അതൊരു ഇൻസ്പിറേഷൻ ആകും. അതായത് വാട്ട് മെസ്സേജ് യു ഗോട്ട് ടുഡേ. എന്ത് മെസ്സേജ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ ബെസ്റ്റ് സെൽഫ് എന്ന് കിട്ടിയത്? Okay, be a positive person. Yes, very good. Anyone else? വേറെ ആർക്കാണ് ഗുഡ് മെസ്സേജ് കിട്ടിയത്? എനിവേ അത് നിങ്ങൾ ഇപ്പോൾ ഓർക്കുന്നില്ലെങ്കിലും ഇറ്റ് ഈസ് ദർ ഇൻ യുവർ ഹാർട്ട്. ഓക്കെ, അതായത് നമ്മൾ വളരെ കാമായിട്ടുള്ള റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ ഇരുന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു മെസ്സേജ് എന്താണ് എനിക്ക് എൻ്റെ ബെസ്റ്റ് സെൽഫിന് എന്നോട് പറയാനുള്ള മെസ്സേജ് അല്ലെ? അത് പലപ്പോഴും നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഓൾവേസ് ഈ ഒരു തിരക്ക് പിടിച്ച പഠിത്തത്തിലും അല്ലെങ്കിൽ ആ ഒരു തിരക്കിലായിരിക്കും നമ്മൾ. അപ്പൊ നമ്മുടെ ബെസ്റ്റ് സെൽഫിന് നമ്മളോട് പറയാനുള്ള കാര്യങ്ങൾ ഈ ഒരു രീതിയിൽ ചുമ്മാ വെറുതെ ഇരുന്നിട്ട് നമ്മൾ ആലോചിക്കുന്ന സമയത്തായിരിക്കും വരും. അത് ഓൾവേസ് കം ഫ്രം അവർ ഹാർട്ട്. ഓക്കെ, നിങ്ങൾക്ക് ബ്രെയിനും ഉണ്ട് ഹാർട്ടും ഉണ്ട് അല്ലെ? നമ്മൾ തല കൊണ്ട് പലതും ചിന്തിക്കുമ്പോൾ നമുക്ക് അവിടെ ഓക്കെ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ എന്നുള്ള രീതിയിൽ ഒരുപാട് ക്രിറ്റിസിസംസ് അല്ലെങ്കിൽ വാട്ട് അതർ പീപ്പിൾ തിങ്ക്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ തല യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ബ്രെയിൻ യൂസ് ചെയ്തിട്ട് തിങ്ക് ചെയ്യുമ്പോൾ വരും. പക്ഷേ യുവർ ഹാർട്ട് ഈസ് ഓൾവേസ് വിത്ത് യു. ഓക്കെ, നിങ്ങളുടെ ഹാർട്ട് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ മെസ്സേജസ് എടുക്കുമ്പോൾ, പാഷനെ കുറിച്ച് പറയുമ്പോൾ, ഡ്രീമിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ അത് ഹൃദയം കൊണ്ട് എടുക്കാം. ഓക്കെ, ബിക്കോസ് ഹാർട്ട് ഈസ് ഓൾവേസ് ഗോയിങ് ടു ബി വിത്ത് യു. അപ്പൊ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് തന്നെ ചോദിക്കാം എന്താണ് അല്ലെ, എന്താണ് എന്നോട് പറയാനുള്ളത് എന്നുള്ള രീതിയിൽ. അത് നമ്മൾ തിരക്ക് പിടിച്ചിരിക്കുമ്പോഴൊന്നുമല്ല, വളരെ കാമായിട്ടിരുന്ന് റിലാക്സ്ഡ് ആയിട്ടിരുന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ചോദിക്കാം. അപ്പോഴാണ് നിങ്ങളുടെ ബെസ്റ്റ് സെൽഫ് അല്ലെങ്കിൽ നിങ്ങളുടെ ഹയർ സെൽഫ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓൾവേസ് ട്രൈ ദിസ്. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾക്ക് ആൻസർ വേണം, നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്, അപ്പൊ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഇരിക്കുക. അതായത് കാമായിട്ടുള്ള റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ ഇരുന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ അടുത്ത് തന്നെ ചോദിക്കാം ഓക്കെ വാട്ട് ഐ തിങ്ക് അബൌട്ട് ദിസ്. എന്നിട്ട് നിങ്ങൾ മറ്റൊരു ഇൻഫ്ലുവൻസ് ഒന്നും ഇല്ലാതെ നിങ്ങളുടെ ബെസ്റ്റ് സെൽഫിൽ നിന്നുള്ള ഒരു മെസ്സേജ് നിങ്ങൾ എടുക്കാം. അപ്പൊ ഇറ്റ് വിൽ ബി ദ ബെസ്റ്റ് മെസ്സേജ് ആൻഡ്
നിങ്ങൾ ആ ഒരു മെസ്സേജിനെ ഫോളോ ചെയ്യുന്ന സമയത്ത് യു വിൽ വിൻ ഇൻ ലൈഫ്. ഓക്കെ, ഈ ഒരു കാര്യം ചെയ്ത് നോക്കാം. ഓൾസോ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റീചെക്ക് ചെയ്യണം. ഇപ്പൊ ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഈ രീതിയിലാണ് അല്ലെ? അപ്പൊ നിങ്ങൾ ഇത് ജസ്റ്റ് ഇവിടെ ഇരുന്ന് പോയാൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ്സ് ഉണ്ടാകും. ബട്ട് നിങ്ങൾ ഇത് ഇടയ്ക്കിടയ്ക്ക് റീചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ഉച്ചക്ക് ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈവനിങ്ങിൽ നിങ്ങൾ ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പോൾ അങ്ങനെ നിങ്ങൾ എപ്പോഴും ഇതൊന്ന് റീചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു സറൗണ്ടിങ്സിലൊക്കെ ആളുകൾ ഉണ്ടെങ്കിലും വാട്ട് ഈസ് മൈ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, അത് ഇടയ്ക്കിടയ്ക്ക് റീചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഗ്രാറ്റിറ്റ്യൂഡിലാണോ, ഞാൻ കാംനെസ്സിലാണോ, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ ഒരുപാട് വെറീസ് ഉണ്ടോ, ഇങ്ങനെ രീതിയിൽ എന്തെങ്കിലും കുഴപ്പമില്ല, യു ടേക്ക് ഇറ്റ് സ്ലോ. അതാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ? നമ്മൾ ഒരിക്കലും ഡിസ്ട്രാക്ഷൻസ് പാടില്ല. അല്ലെങ്കിൽ നിങ്ങളിപ്പോ മെഡിറ്റേഷന്റെ സമയത്താണെങ്കിലും ഡിസ്ട്രാക്ഷൻസ് മേ കം, അത് വരും. പക്ഷെ നമ്മൾ അതിനെ ഫോഴ്സ് ചെയ്തിട്ട് റെസിസ്റ്റ് ചെയ്തിട്ട് ഒഴിവാക്കുന്നില്ല. നമ്മളത് സ്ലോ ആയിട്ട് കാം ആയിട്ട് അതിനെ ഡീൽ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾക്ക് ലൈഫിലെ ഏതൊരു സിറ്റുവേഷനെയും ഡീൽ ചെയ്യാൻ പറ്റണം. ദാറ്റ് ഈസ് ദ അൾട്ടിമേറ്റ് ഗോൾ അല്ലെ? നമ്മളിപ്പം എക്സാം എന്നുള്ളത് ഒരു സിറ്റുവേഷൻ ആയിട്ട് പറയുന്നു. ഇതുപോലെ ലൈഫിൽ വരുന്ന ഏതൊരു സിറ്റുവേഷനെയും നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഡീൽ ചെയ്യാൻ പറ്റുമ്പോഴാണ് നമ്മൾ ഈ ചെയ്യുന്ന പ്രോസസ്സുകളൊക്കെ സക്സസ് ആകുന്നത്. സോ ഓൾവേസ് നിങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കാം. ആൻഡ് ഓൾസോ നെക്സ്റ്റ് ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾക്ക് ഫീഡ്ബാക്സ് പറയാം. കാരണം ഇറ്റ്സ് ഓൾമോസ്റ്റ് 5 days. ഇനി 7 daysലും ഇതിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആളുകൾ ഉണ്ടാവും അല്ലെ? നമ്മൾ 7 days ചെയ്ത സമയത്തും ജോയിൻ ചെയ്തിട്ടുള്ള ആളുകൾ ഉണ്ടാവും. സോ ഇറ്റ്സ് ഓൾമോസ്റ്റ് 5 days ആയി. അപ്പൊ നിങ്ങൾ ഓരോ ഡേയിലും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടോ എന്നുള്ള കാര്യം. നെക്സ്റ്റ് സെഷൻസിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫീഡ്ബാക്ക് പോലെ ഷെയർ ചെയ്യാം. ഓക്കെ, ഇറ്റ് വിൽ ബി ഗുഡ് ഫോർ യു ആൻഡ് ഓൾസോ ഫോർ അസ്. ഓക്കെ, സോ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞേ. ആർ യു ഗൈസ് ഹാപ്പി? ഓക്കെ, സോ താങ്ക് യു സോ മച്ച് എവറി വൺ ഫോർ ജോയിനിങ്. ആൻഡ് നാളെ കാണാം കേട്ടോ. നാളെ എല്ലാവരും കുറച്ചുകൂടെ പോസിറ്റീവ് ആയിട്ട് കുറച്ചുകൂടെ എനർജറ്റിക് ആയിട്ട് ജോയിൻ ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ്. ബൈ. താങ്ക് യു.